മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ ചെയർപേഴ്സൺ ജിജി ജോസഫിൻ്റെയും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജ്യോതിഷ് സുഭാഷിൻ്റെയും നേതൃത്വത്തിൽ ഡേൽവ്യൂ കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷൈജു ഡേവിഡ് ആൽഫിയുമായി സംയുക്തമായി സംഘടിപ്പിച്ച കേരള സർക്കാർ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിംഗ് ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. തൈക്കാട് ഭാരത് ഭവനിൽ നടന്ന ചടങ്ങ് ബിനു ഫ്രാൻസിസ് IAS ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അഡ്വക്കേറ്റ് ഋത്വിക് ജി ഹരി, ഡോക്ടർ ജ്യോതിക സുഭാഷ്, മാതാ കോളേജ് പ്രോഗ്രാം കോർഡിനേറ്റർ അലക്സ് ജെയിംസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഖിൽ, പ്രിൻസിപ്പൽ ഗായത്രി എന്നിവർ പങ്കെടുത്തു. മാതാ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഫസ്റ്റ് എയ്ഡ് പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. Another 35 years we are going to be the youngest country in the world. അടുത്ത 35 വർഷം നമ്മുടെ ഭാരതം യുവാക്കളാൽ സമ്പുഷ്ടമാണ്. പക്ഷെ നമ്മുടെ യുവത എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇപ്പോൾ ഈ സിറ്റി പോലീസ് കമ്മീഷണർ വരും, പുള്ളി കഴിഞ്ഞ ആഴ്ച ഒരു ഡിസ്കഷനിൽ എന്നോട് പറഞ്ഞു 999 പേര് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഒരു 4-5 കേസിലാണ് ഹോസ്പിറ്റലൈസ്ഡ്. ഒരു 5 പേരും മരിച്ചും പോയി. ഒരു 10 പേരുടെ കാര്യം ബ്രൂട്ടലി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലാണ്. അപ്പൊ അങ്ങനെ ഒരു കേസ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെല്ലാം എന്ത് പർപ്പസ്, എന്തായിരുന്നു വിഷയം? കേസ് നമ്പർ 1, ബിരിയാണിയിൽ മുട്ടയില്ല. രണ്ടാമത്തത് കേസ് നമ്പർ 2, ബിരിയാണിക്ക് കൊടുത്ത പപ്പടം പൊട്ടിപ്പോയി അല്ലേ? മൂന്നാമത്തെ വിഷയം, കല്യാണ വീട്ടില് അച്ചാറ് വെച്ചതിൽ എങ്ങാണ്ട ശരിയായില്ല. അതൊക്കെയാണ് നമ്മുടെ വിഷയങ്ങളൊക്കെ മാറിപ്പോകുന്നതിന്റെ ഒരു പർപ്പസ്. ശരി, പക്ഷെ നിങ്ങൾക്ക് ഒരു കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷെ രാജ്യത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മൾ കണ്ടുവരുന്നത്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് വേണ്ടി വരുന്നത്? എപ്പോഴാ? എപ്പോഴാണ് വേണ്ടി വരുന്നത്? എങ്ങനെ? എമർജൻസി എപ്പോഴാണ് ഉണ്ടാവുന്നത്? അതുകൊണ്ട് എത്രയുള്ളൂ. അതായത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ, ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ ക്ലിയർ ആണല്ലേ, അവിടെ ഒരു രോഗി വരും, നമുക്ക് കൊടുക്കണം. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഏത് സമയത്താണ് നമുക്ക് നമ്മുടെ ഈ പറയുന്ന സ്കില്ല് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഒരു യാത്രയിലായിരിക്കാം, വീട്ടിലായിരിക്കാം, വേറെ കളിക്കുമ്പോഴായിരിക്കാം, വേറെ ഏത് സമയത്തും ഈ പറയുന്ന ഒരാവശ്യം വരും. നമുക്കെല്ലാവരും കൂടുതലും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരോ നമ്മുടെ കൂടെ ആയിരിക്കുന്നവർക്കോ ആണ്. ആ സമയത്ത് ഇങ്ങനൊരു സ്കില്ല് ഇല്ലാത്തവർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ചുരുക്കത്തിൽ നിങ്ങളൊക്കെ ആ സമയത്ത് ദൈവത്തിന്റെ പ്രതിരൂപമായി മാറി. കണക്കുകൾ പറയുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഒരു സഹായം കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 12% പേര് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് യു ആർ സേവിങ് ദ ലൈഫ്. അല്ലെ, നമുക്ക് ഒരു പരിചയവും ഉണ്ടാകത്തില്ല. അങ്ങനെ കൊടുക്കുന്നവർ വന്ന് കാണുന്നു, ഒരു സാഹചര്യം ഉണ്ടാകുന്നു, നമ്മൾ ഇടപെടുന്നു, നമ്മൾ അവരെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടത്തിവിടുന്നു. ഇന്ന് വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് മാതാ കോളേജിനെ സംബന്ധിച്ച് 26 വർഷം പൂർത്തിയാകുന്ന ഒരു വേളയിലൂടെ കടന്നു പോവുകയാണ്. അപ്പം ഡേൽവ്യൂ കോളേജ് നമുക്ക് ഇത്രയും വലിയൊരു കാര്യങ്ങൾ ചെയ്തു തന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇന്ന് ഫസ്റ്റിലെ നമ്മളിവിടെ നടത്തിയത്. അതിന് ഒരുപാട് നന്ദി. നമ്മുടെ സാറിനെ ഞാൻ ആദ്യമായിട്ട് അതിന് നന്ദി പറയുകയാണ്, സ്വാഗതം പറയുന്നതിന് മുമ്പായിട്ട്. നമ്മുടെ തുഫാൻ എന്ന് പറയുമ്പം മാതാ കോളേജിനെ സംബന്ധിച്ച് ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ലഹരി ഉപയോഗ വസ്തുക്കളെക്കുറിച്ചും അതിനുള്ള മെഡിക്കൽ ക്യാമ്പുകളായിക്കോട്ടെ, സെമിനാറുകളായിക്കോട്ടെ, റോഡ് ഷോ ഉൾപ്പെടെ പല പ്രോഗ്രാമുകളും നമ്മൾ സ്ഥിരമായി നടത്തി വരുന്നു. അപ്പോഴാണ് നമ്മുടെ കേരള സർക്കാർ തുഫാൻ എന്ന വലിയ ഒരു പ്രോഗ്രാം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചത്. അതിൽ ഒരുപാട് പേരെ കണ്ടെത്തുക, ഇതിന് ഉപയോഗത്തിന് അടിമയായ പേരെ കണ്ടെത്തി വേണ്ട ശിക്ഷ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തുഫാൻ എന്ന ഈ വലിയ ഓപ്പറേഷൻ തുഫാൻ എന്ന ഈ പ്രോഗ്രാം നമ്മുടെ കേരള സർക്കാർ രൂപീകരിച്ചത്. ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നവരാണ്. നമുക്ക് ഈ ഒരു സംഭവം
ഈ പറയുന്ന 5ാം ക്ലാസ് കഴിഞ്ഞ മുതൽ അല്ലെങ്കിൽ ഒരു 10 കഴിഞ്ഞ കുട്ടികൾക്ക് തന്നെ ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ പ്രോഗ്രാം ഇതേപോലെ നമ്മൾ കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. കാരണം ബേസിക് എന്ന് പറയുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പം പാരാമെഡിക്കലോ നേഴ്സിംഗ് പഠിക്കുന്നവർ മാത്രമല്ല, ഓട്ടോ ഡ്രൈവർ ആയിക്കോട്ടെ, പ്ലംബർ ആയിക്കോട്ടെ, ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ അയാൾ ഒരു ഇലക്ട്രിക് വർക്ക് നോക്കാൻ വേണ്ടി വീട്ടിൽ പോകുന്ന സമയത്തായിരിക്കാം അവിടെ ഒരു പ്രായം ചെന്ന ഒരാൾ നിൽക്കുന്നു, ആള് തലയിട്ട് വീഴുന്നു. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തായാലും ഒരു വലിയൊരു പ്രോഗ്രാം നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിന് പങ്കെടുത്ത് ആദ്യം തന്നെ ഈ പ്രോഗ്രാം ഇത്രയും ഗംഭീരമായിട്ട് അറേഞ്ച് ചെയ്തതെന്ന് നമ്മുടെ ഡോക്ടർ ഷൈജു ഡേവിഡ് അൽഫി സാർ, വളരെ സന്തോഷം, നന്ദി. കാരണം സാറ് ഈ ഒരു പ്രോഗ്രാം ഇത്രയും ഗ്രാൻഡ് ആക്കാനും ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം സാറിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അറിയാമല്ലോ, ഫാർമസി കോളേജ് എന്ന് പറയുന്ന ഡൽഹിയുടെ ഒരു വലിയൊരു മാനേജിംഗ് ഡയറക്ടറാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മാതാ കോളേജുമായിട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഈ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ തന്നെയാണ് ഗ്രാൻഡ് ആക്കിയിരിക്കുന്നത്. അതിന് നിങ്ങളും സാറിനോട് നല്ല കടപ്പെട്ടിരിക്കണം.